സ്നേഹമുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി. എൻ്റെ വീട്ടിൽ 72ഓളം ഫലവൃക്ഷങ്ങളുണ്ട്. അതിൽ ഓരോന്നും അത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ടിപ്സും എല്ലാം ഞാൻ അടുത്ത ചാനലുകളിൽ അടുത്ത വീഡിയോസിൽ ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. ഇപ്പോൾ തന്നെ ഞാൻ പരീക്ഷണാർത്ഥം വെച്ചൊരു ഡ്രാഗൺ ഫ്രൂട്ട്സാണ്. ഇപ്പോൾ 8ഓളം ഫലങ്ങൾ അതിൽ കിളിച്ചു. സാധാരണ നമ്മൾ മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്താണ് നട്ടത്. 1 month ഇൻ്റർവെൽ ചാണകപ്പൊടി ഇടണം. മുട്ടത്തോടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് കഞ്ഞിവെള്ളത്തിലിട്ട് പൊളിപ്പിച്ചത് 15 ദിവസത്തിലൊരിക്കൽ ഡയലൂട്ട് ചെയ്ത് ഒഴിക്കും. അപ്പോൾ 5 കളർ നട്ടിരുന്നു. അതിൽ 2 നല്ലതായിട്ട് ഫലം കണ്ടു. അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. വീടിൻ്റെ ഒരു സേഫ് സ്ഥലത്താണ് ഇത് ഞാൻ വെച്ചേക്കുന്നത്. അത് ഇപ്പോൾ തന്നെ അതിൽ 8ഓളം ഫലങ്ങൾ ഫലങ്ങൾ മുളച്ച് കാണാൻ സാധിച്ചു. അത് കാരണം നമുക്ക് വലിയ ചിലവില്ലാതെ നടന്ന ഒരു കാര്യമാണ്. നമുക്കൊരു വീടിൻ്റെ സേഫ് സ്ഥലത്തായിരിക്കും ഇത് നടന്നിരിക്കുന്നത്. മുള്ളുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം വലിയ ചട്ടികൾ വേണ്ടത് പ്ലാസ്റ്റിക് ബക്കറ്റോ പെയിൻറ്റ് ബക്കറ്റോ അതിനകത്തൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. വലിയ ചിലവില്ലാതെ നമുക്ക് നടാൻ പറ്റും. പക്ഷേ അത് ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ല ഫലവൃക്ഷമാണെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ പരീക്ഷണാർത്ഥം വെച്ചതാണ്. അതുപോലെ തന്നെ 72ഓളം ഫലവൃക്ഷങ്ങൾ എനിക്ക് വീട്ടിലുണ്ട്. അത് ഓരോന്നായിട്ട് വൺ ബൈ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട്സിന് മാത്രമേ ഉള്ളൂ അതിൻ്റെ വളങ്ങൾ. പ്രത്യേകിച്ച് കൂടുതൽ വെള്ളങ്ങളും 3 ദിവസം കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചില്ലേ തന്നെ അത് കിളിച്ചു കൊള്ളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വലിയ ചിലവില്ലാതെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സ് നടാൻ സാധിക്കും. ഓക്കെ.